അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് ത്വ 6 വർഷം മാത്രം പ്രായമുള്ള പൊന്നുമോൻ സ്കൂൾ വിട്ട് വളരെ സന്തോഷത്തോട് വീട്ടിൽ വന്ന് ഉമ്മയോട് സന്തോഷം പങ്കിട്ട് പെട്ടെന്ന് ഉമ്മയോട് ആ പൊന്നുമോൻ മിഠായി വാങ്ങാനായി ഞാൻ ബന്ധുവിൻ്റെ കടയിലേക്ക് പോയതാണ്, അവൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും എവിടെയാണ് എങ്ങനെയാണ് അപകടം പതുങ്ങിയിരിക്കുന്നത് ഒരാൾക്കും അറിയില്ല. പോയ കുട്ടി ബന്ധുവിൻ്റെ കടയിലേക്ക് പോയതാ മിഠായി വാങ്ങാൻ. വീട്ടിലേക്ക് തിരിച്ചു വന്നത് ആ കുടുംബമൊന്നും ഊഹിക്കാത്ത രീതിയിലാണ്. കഫൻ പുടവയിൽ പൊതിഞ്ഞിട്ടാണ്. അല്ലാഹ് യാ റസൂലല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു 6 വർഷത്തെ കുസൃതി കളിച്ചുകൊണ്ട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമകനെ ആ കഫൻ പുടയിൽ ആ ഉമ്മാക്ക് എങ്ങനെ കാണാൻ സാധിക്കും? ആ മകൻ്റെ ഓരോ കുസൃതികളും ആ ഉമ്മയുടെ മനസ്സിൽ ഓടി ഓടി വരുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ്, എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന് അപകടങ്ങൾ എവിടെന്നറിയില്ല. എന്നും അള്ളാഹുവിനോട് നമ്മുടെ പ്രാർത്ഥന വേണം. അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ കുടുംബത്തിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി നാം എല്ലാവരും ദുആ ചെയ്യണം. കണ്ണൂർ ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ആ പൊന്നുമകൻ്റെ ആ മുഖം നോക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരു ടിപ്പർ വന്ന് മകൻ സാധനം വാങ്ങി തിരിച്ചു വരുമ്പോൾ ടിപ്പർ കയറി. ഇപ്പോൾ നമ്മുടെ റോഡിലേക്ക് വണ്ടി ഇറങ്ങിയാൽ മതി, ഒരാൾക്കും അറിയില്ല, ഒരാൾക്കും ഒരു ശ്രദ്ധയില്ല. എൻ്റേതാണ് റോഡ്, എൻ്റെ സ്വന്തം റോഡ് പോലെ അവിടെ ജീവനുണ്ടോ അല്ലെങ്കിൽ കുട്ടികളുണ്ടോ ഒരു ശ്രദ്ധയില്ല. ഓടിക്കുക, വല്ലാത്ത ഓട്ടം. ഈ ധൃതി പിടിച്ച ഓട്ടത്തിൽ ഒരുപാട് കുടുംബങ്ങൾ കണ്ണീരിലാവുകയാണ്. യുവാക്കളും അങ്ങനെ ധൃതി പിടിച്ച് ഓടിക്കുന്നു. ആ ഉമ്മ മകനെ കാത്ത് നിൽക്കുന്നു. പിന്നെ വീണ്ടും വീട്ടിലേക്ക് വരുന്നത് മകനല്ല, മകൻ്റെ മയ്യത്ത്. എത്ര സംഭവങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പ്രതീക്ഷിച്ച് കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, അത് ഓർമ്മ വേണം. അതോടൊപ്പം റോഡിൽ സഞ്ചരിക്കുമ്പോൾ റോഡിൽ ഒരുപാട് പിഞ്ചു മക്കളുണ്ട്. ഇത് എല്ലാവരുടേതാണ് റോഡ്, എല്ലാവരും സഞ്ചരിക്കാനുള്ളതാണ് എന്ന ബോധം നമുക്ക് വേണം. ഓരോ പ്രത്യേകിച്ച് ടിപ്പർക്കാരൊക്കെ ഓടിക്കുന്ന ഓട്ടം കണ്ടാറുണ്ടല്ലേ, വല്ലാത്ത ഭയം തോന്നുക. ബാക്കിലൊക്കെ അവരുണ്ടെങ്കിൽ അവർ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചില വണ്ടിക്കാർ വിട്ടേക്കും. കാരണം എന്തിന്, അമ്മാതിരി ഓട്ടാണ്. നമുക്കെല്ലാവർക്കും ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ സ്വർഗത്തിന് ആനയിക്കുന്ന പൊന്നുമക്കളെ കൂട്ടത്തിൽ അള്ളാഹു കുട്ടിയെ ഉൾപ്പെടുത്തട്ടെ. ഉന്നതമായ സ്ഥാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുഞ്ഞനുജത്തി, ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്ക്. ആ കുഞ്ഞുമോൻ്റെ ഉടുപ്പുകൾ കാണുമ്പോൾ ആ ഉമ്മയുടെ മനസ്സിൽ വരുന്ന ദുഃഖങ്ങൾ, യാ അള്ളാഹ്, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് താങ്ങാൻ കഴിയില്ല റബ്ബേ. നമ്മെ നമ്മുടെ കുടുംബങ്ങളെല്ലാവരും കാക്കണേ അള്ളാഹ്. ആ കുടുംബത്തിന് ഇത് ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.